ഹലോ എവരിവൺ, മൈ നെയിം സുവിൻ. വെൽക്കം ടു അവർ പ്രോഗ്രാം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ഡാൻസറാണ്, ഒരു ഓൺടർപ്രണറാണ്, അതിലുപരി ഒരു മൂവ്മെന്റ് തെറാപ്പിസ്റ്റ് കൂടിയായ വന്ദനയാണ്. വന്ദന, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ശരിക്കും ഈ മൂവ്മെന്റ് തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? Movement therapy എന്ന് പറയുമ്പോൾ it's a very powerful technique that we use to influence our mind to be more self-aware and to regulate our emotional, physical and mental well-being. So movement therapy is ഒരു intentional movement ആയിരിക്കും ഒരു movement therapy ക്ലാസ്സിൽ. Intentional movement, we use music, we use art, ഡ്രാമ, പ്ലേ, ഇതെല്ലാം യൂസ് ചെയ്തൊരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് ഇതെല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് തെറപ്പി, മൂവ്മെന്റ് തെറപ്പി. സോ ബേസിക്കലി ഇറ്റ് ഇസ് ഫോർ ആർ ഫിസിക്കൽ, മെന്റൽ ആൻഡ് ബേസിക്കലി ഒരു ഡാൻസർ ആണല്ലോ. അപ്പോൾ ഒരു ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് തെറാപ്പി നമുക്ക് ഒരു ബിൽഡ് ചെയ്തെടുക്കാം? എന്തെങ്കിലും ഒരു ട്രോമ സ്റ്റേജിലൂടെ പോയ കാരണം കൊണ്ടാണോ, ലൈഫ് എക്സ്പീരിയൻസിന് എന്തെങ്കിലും സാഹചര്യത്തിൽ എടുത്ത ഒരു ഡിസിഷൻ ആണോ, അത് മറ്റുള്ളവരുടെ ആരെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു സാഹചര്യം കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാം എന്ന് വെച്ച് തുടങ്ങിയതാണ്? ആക്ച്വലി കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ അതിന്റെ മുന്നേ ഒരു 7-8 years ഞാൻ ഈ പറഞ്ഞ പോലെ I was into art and fitness. അപ്പോൾ on a daily basis ആൾക്കാർക്ക് ഫിസിക്കൽ ലെവലിൽ ക്ലാസ്സസ് കൊടുക്കുക, ആർട്ട് പഠിപ്പിക്കുക, ഡാൻസ്, അത് ഏത് ഫോം ആണെങ്കിലും. സോ ഇതിപ്പോൾ ഒരു 7-8 years ഞാൻ ഒരേ കാര്യം തന്നെയല്ല ചെയ്യണം. അപ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ വരും, പ്രത്യേകിച്ച് ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് പറയും ഇറ്റ് വാസ് വെരി തെറപ്യൂട്ടിക് എന്ന് പറയാറുണ്ട് ചിലപ്പോൾ എന്നോട്. ആ സമയത്ത് ദിസ് ഇസ് ബിഫോർ കോവിഡ്, വെരി തെറപ്യൂട്ടിക്. വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എനർജി ബൂസ്റ്റ് കിട്ടും. ടയേർഡ് ആയിട്ടാവും ചിലപ്പോൾ ക്ലാസ്സിന് വരിക, അയ്യോ ഇന്നത്തെ ക്ലാസ് എങ്ങനെ അറ്റൻഡ് ചെയ്യുമെന്ന്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് ആൾക്കാർ പോവുക ക്ലാസ്സിന്. ആ ഒരു റെസ്പോൺസ് കിട്ടുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, റാദർ ദൻ ജസ്റ്റ് ലേണിംഗ് ദ ആർട്ട് ഓർ ബീങ് ഫിസിക്കലി ഫിറ്റ്, ദിസ് ഹാസ് സം വാല്യൂ ടു ഇറ്റ് എന്നുള്ളത്. ബട്ട് അങ്ങനെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ അപ്പൊ തെറപ്പീനെ പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ ഒരു അതെന്തായിട്ട് ഒരു ആൾക്കാരുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു മെന്റലി, ഇമോഷണലി, ബോഡി ആയിട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് എനർജി കിട്ടുന്നു. സോ ഇറ്റ്സ് എ വെരി പോസിറ്റീവ് തിങ്. എന്തെങ്കിലും ഒരു വാല്യൂ ഇതിന് ആഡ് ചെയ്താൽ എന്ത് നന്നായിരുന്നു എന്നുള്ള എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു വർക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ കുറെ കാലം ഒരു സംഭവം ചെയ്യുമ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യണം, ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, എന്താ ഇനി ഇതിനെക്കാട്ടും കൂടുതൽ എൻ്റെ ജോബിന് എങ്ങനെ എനിക്ക് കുറച്ചും കൂടി ഒരു വാല്യൂ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ഫീൽ എനിക്ക് എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നെ കോവിഡ് വന്നതിന് ശേഷമാണ് എൻ്റെ ബിസിനസ് ആണെങ്കിലും ടുക്ക് എ സ്റ്റെപ്പ് ബാക്ക് എല്ലാവരുടെ ലൈഫിലും. പിന്നെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചുപൂട്ടിയിരുന്ന് അപ്പൊ നമ്മൾ കുറേ ചിന്തിക്കാൻ തുടങ്ങി. വീട്ടില് അടച്ചുകൂട്ടിയിരിക്കുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കണം എന്നുള്ളത് സത്യം. നമുക്കൊന്നും ആ സമയത്ത് ചിന്തിക്കാനുള്ള ടൈമില്ല, ബിക്കോസ് എല്ലാവരും ഒരു റാറ്റ് റേസ് ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡ് ലിറ്ററലി അവിടെ ബോഡി മൈൻഡ് ഡിസ്കണക്ട് വരികയാണ്. നമ്മുടെ ബോഡി എന്തൊക്കെയോ ചെയ്യുന്നു, മൈൻഡിന് ചിന്തിക്കാനുള്ള സമയമില്ല. സോ അവിടെ ഒരു ഡിസ്കണക്ട് വരികയാണ്. ആ ഡിസ്കണക്ട് നമ്മൾ റിയലൈസ് ചെയ്തില്ല. ആക്ച്വലി ആ കോവിഡ് ടൈമിൽ എത്ര ഡൗൺഫോൾ ഉണ്ട് ആൾക്കാർക്ക് ഉണ്ടായാലും അവർ വളരെ പവർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ആ ഒരു ഈ പറഞ്ഞ പോലെ ഡിസ്കണക്ട് വരുമ്പോൾ ആണ് നമുക്ക് ഒരു ടൈം കഴിഞ്ഞ് നമ്മൾ റിയലൈസ് ചെയ്യില്ല. അത് കുറെ കാലം കഴിയുമ്പോഴാവും നമുക്ക് പല രീതിയിലും അത് ഫിസിക്കലി പ്രോബ്ലംസ് വരാം, മെന്റലി പ്രോബ്ലംസ് വരാം. അതിപ്പോൾ എന്ത് ആങ്സൈറ്റി ആണെങ്കിലോ ഡിപ്രഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ ബോഡിലി ടയേർഡ്നെസ്, എപ്പോഴും ഇവിടെ ആൾക്കാർ ടയേർഡ് ആണല്ലോ, ആ ഒരു ബോഡി മൈൻഡ് ഡിസ്കണക്ട് വരുന്നോണ്ടാണ്. സോ ആ ഒരു കോവിഡ് ടൈമിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ടുപിടിച്ചൊരു സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി എനിക്ക്. സോ ഞാൻ കുറേ ആൾക്കാരോട് സംസാരിച്ചു, ബിക്കോസ് ഇവിടെയുള്ള ആരും അങ്ങനെ ചെയ്തതായിട്ട് എനിക്ക് അറിയില്ല. അപ്പോൾ കുറേ പേരോട് സംസാരിച്ചു. അങ്ങനെ ഐ തോട്ട് ഐ വിൽ ഗോ ഫോർ ഇറ്റ്. പിന്നെ അവിടെ ഒരു ഓപ്ഷൻ വന്നു, ഓൺലൈൻ ഉള്ള ഒരു ഓപ്ഷനും കൂടി അവിടെ വന്നു. ആസ് എ വർക്കിംഗ് മദർ എനിക്ക് എൻ്റെ ഫാമിലിനെ വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ ഒരു 1 year കോഴ്സ് ആണെങ്കിൽ എനിക്ക് വിട്ടിട്ട് പോകാൻ അങ്ങനെ ഇമ്പോസിബിൾ ആണ്. ബട്ട് അവരിങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നതുകൊണ്ട്, ആ ഒരു ഭാഗ്യമുള്ളതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റി. ആൻഡ് ദാറ്റ് എക്സ്പീരിയൻസ് ആക്ച്വലി ട്രാൻസ്ഫോം മീ ടു അനദർ ലെവൽ. അവിടുന്ന് അങ്ങോട്ട് ഐ വാസ് ലൈക്ക്, ദിസ് ഇസ് വാട്ട് ഐ എം ഗോയിങ് ടു ഫോക്കസ് ഓൺ ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് ടു ഇവിടെയുള്ള ആൾക്കാർക്ക് ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് വന്നത്. UAE-ലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ UAE-ലുള്ള ആൾക്കാരോട് പറയാനുള്ളത് എന്താണ്? അവർക്ക് കൊടുക്കാനുള്ള ഒരു ഇൻഫർമേഷൻ എന്താണ്? ഇൻഫർമേഷൻ ഓക്കെ. സോ ഇവിടെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വർക്ക് വിത്ത് ലോട്ട് ഓഫ് ഗ്രൂപ്പ്സ്. പിള്ളേരെ
എൽഡർലി ക്രൗഡ് കുറവാണ്. പൊതുവെ ഈ പറഞ്ഞ പോലെ കിഡ്സ്, സ്പെഷ്യൽ നീഡ്സ് കിഡ്സ്, പിന്നെ കോർപ്പറേറ്റ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറേ സെഷൻസ് ചെയ്തിട്ടുണ്ട്. സോ കോർപ്പറേറ്റ്സിൽ എന്താണ് അവരുടെ മെയിൻ ഇഷ്യൂ? സ്ട്രെസ് അല്ലെങ്കിൽ നോ ഫിസിക്കൽ ബോഡി മൂവ്മെന്റ്, ഫുൾ ടൈം കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യുക, അതിനൊരു ഇന്ററാക്ഷൻ കുറവാണ്, എവറിത്തിങ് ഭയങ്കര ഈ പറഞ്ഞ പോലെ ബോഡി മൈൻഡ് ഡിസ്കണക്ട് കംപ്ലീറ്റ്. അപ്പൊ നമ്മളെ തന്നെ അറിയാണ്ട് പോവാണ്. ലൈക്ക് നമ്മൾ സെൽഫ് അവെയർ അല്ല. വി നീഡ് ടു ആക്ച്വലി സിറ്റ് വിത്ത്, അതുകൊണ്ടാണല്ലോ ഈ മെഡിറ്റേഷൻ ഒക്കെ വർക്ക് ചെയ്യുന്നത്. വി സിറ്റ് വിത്ത് അവർ സെൽഫ്. പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ റെസ്റ്റ്ലെസ്നെസ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിലെല്ലാം നമ്മൾ ചെയ്യും കേട്ടോ. ഡാൻസ് മൂവ്മെന്റ് തെറപ്പിയിൽ മെഡിറ്റേഷൻ അടക്കം വരുന്നുണ്ട്. വി മെഡിറ്റേറ്റ് ത്രൂ ബോഡി മൂവ്മെന്റ്സ്. മെഡിറ്റേഷൻ അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ശരിക്കും കണ്ടിന്യൂസ്ലി മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പവർ കൂടുന്നതും. നമ്മുടെ തോട്ട്സ് പോണ വഴി നമുക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ തോട്ട്സ് ഉണ്ടാവണം. നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ പല തോട്ട്സും വരുന്നതിന് അപ്പുറം നമുക്ക് തോട്ട്സ് വരണം. കാരണം ആ വരുന്ന തോട്ട്സ് എന്തൊക്കെയാന്ന് അറിയാൻ പറ്റും. പല ആൾക്കാർക്കും തോട്ട്സ് എന്താന്ന് അറിയുന്നില്ല. ഒരുപാട് തോട്ട്സ് വരുന്നുണ്ട്, എന്തൊക്കെ ചിന്തിച്ചെന്ന് അറിയാൻ പറ്റില്ല. സോ അപ്പൊ അത് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി അറിയാൻ പറ്റും. അപ്പൊ അതാണ് ഇപ്പൊ മൂവ്മെന്റ് തെറപ്പിയിൽ വി ഇൻകോർപ്പറേറ്റ് മെഡിറ്റേഷൻ ഓൾസോ. പക്ഷെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ വേർ ഇതുണ്ട്, ലൈക്ക് ബോഡി യൂസ് ചെയ്തിട്ട് മെഡിറ്റേഷൻ ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് വി യൂസ് ആ ബോഡി ഓൾസോ ആൻഡ് മൈൻഡ് ഓൾസോ. സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അതല്ലാണ്ട് ഇവിടെ സ്ട്രെസ് ആണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും. സ്ട്രെസ് ആൻഡ് നോ ടൈം ഫോർ ദംസെൽവ്സ്. സോ that is what movement therapy can give people here in the UAE. പലർക്കുള്ള ഒരു സംശയമാണ് ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യാൻ ഒരു സ്ഥലത്ത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണോ എന്നുള്ളത്. അപ്പൊ മെഡിറ്റേഷൻ ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെ ഇരുന്നാലും മൈൻഡ് നമുക്ക് അറിയാൻ പറ്റിയാൽ മതി. ആ ഒരു ശരിക്കും പറഞ്ഞാൽ അതൊരു ഇൻഫർമേഷൻ ആണ് പല ആൾക്കാർക്കും. മെഡിറ്റേഷൻ ചെയ്യാൻ ശരിക്കും നമ്മൾ ഇരുന്ന് തന്നെ മെഡിറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇപ്പൊ പല ആൾക്കാരും അത് ഡെവലപ്പ് ചെയ്യുന്ന രീതികൾ ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ ചക്ര മെഡിറ്റേഷൻ ഒക്കെ പറഞ്ഞാൽ എക്സ്ട്രീംലി വെൽ. അത് ശരിക്കും പറഞ്ഞ ആൾക്കാര് സ്ഥിരമായിട്ട് ചക്ര മെഡിറ്റേഷൻ ഒക്കെ എന്താണ് ചക്ര മെഡിറ്റേഷൻ എന്നൊക്കെ അറിയുമ്പോൾ അത് മനസ്സിലാവും. പക്ഷെ നമുക്ക് ഇപ്പൊ പഠിക്കാൻ തുടങ്ങി നമ്മൾ ഇത് ഓരോന്ന് കണക്ട് ചെയ്ത് പോകും. എല്ലാം ഡിഫറെന്റ് ആണ്. ഇപ്പൊ ജാപ്പനീസ് ടെക്നിക്സ് ആണെങ്കിലും നമ്മുടെ യോഗയാണെങ്കിലും ഒക്കെ സെയിം ആണല്ലോ. ഇപ്പൊ നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും ഒരുപാടുണ്ട്. ഈ അവയർനെസ് ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഇത് പഠിക്കാൻ പോണത് തന്നെ അവർക്ക് ആ ഒരു ഈ പറഞ്ഞ പോലെ സ്വയം പ്രോബ്ലംസ് ഉള്ളവരാണ് മിക്കവരും സെഷൻസ് സ്വയം പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു ഇത് വരുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലംസ് ഇല്ലാത്തവർ അതിനെ കുറിച്ച് ചിന്തിക്കില്ലല്ലോ. ഒരു പ്രോബ്ലം വരുമ്പോഴാണ് എന്താ അത് വന്നതെന്ന് ചിന്തിക്കണത്. പിന്നെ ഈ പറയുന്ന ഡിപ്രഷനും ആങ്സൈറ്റി, ഈ പറയുന്ന ഡിപ്രഷനൊന്നും വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാ പറയാം. കാരണം ചെറിയ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവുന്നതൊന്നും ഒരിക്കലും ഒരു ഡിപ്രഷൻ എന്തോ ആണെങ്കിലും ഡിപ്രഷൻ ആസ് എ ക്ലിനിക്കൽ ഡിപ്രഷൻ അതുണ്ട്. അതല്ലാണ്ട് നമ്മുടെ ലൈഫിൽ തന്നെ വി ഫീൽ ലൈക്ക് എല്ലാവർക്കും ഈ ഒരു റാറ്റ് റേസിൽ അതാണ് ഫീൽ ചെയ്യുന്നത്. ഒരു ബ്രേക്ക് വേണം അല്ലെങ്കിൽ ഒരു ഇത് വേണം എന്നുള്ളത്. അത് ഒരു 6-7 months കഴിഞ്ഞിട്ടാവും അവർ തന്നെ റിയലൈസ് ചെയ്യണം നമ്മൾ എന്തായിരുന്നു ഈ ഇപ്പൊ സമയം പോണ കണ്ടിട്ടുണ്ട്, എത്ര പെട്ടെന്ന് ടൈം പോണത്. സോ വി ഹാവ് ടു റിയലൈസ് ദാറ്റ് നമ്മൾ ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, എല്ലാം വേണം പക്ഷെ വി നീഡ് ടു ടേക്ക് കെയർ ഓഫ് അവർ സെൽസ്. ജസ്റ്റ് ലൈക്ക് നമ്മൾ ഫുഡ് നമ്മുടെ ബോഡിക്ക് കൊടുക്കണ പോലെ നമ്മുടെ മൈൻഡിന് നമ്മൾ ഫുഡ് കൊടുക്കണം. സോ അതിന് വെറൈറ്റി ഓഫ് തെറപ്പീസ് ഉണ്ട്. ആൻഡ് മൂവ്മെന്റ് തെറപ്പി ഈസ് മച്ച് മോർ, അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അറിയാം, ഇറ്റ്സ് മച്ച് മോർ റിലേറ്റബിൾ ബിക്കോസ് വി യൂസ് മോർ ഓഫ് ബോഡി ആൻഡ് ലെസ് ഓഫ് ടോക്കിംഗ്. ആൻഡ് the self realization in that is very extreme. അത് ഭയങ്കര പവർഫുൾ ആണ്. നമുക്ക് ബോഡിക്ക് എന്തെങ്കിലും ഒരു ചില പനിയോ എന്തെങ്കിലും പെയിൻ എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ മെഡിസിൻ എടുക്കും. സെയിം നമ്മുടെ മൈൻഡിന് കൊടുക്കുന്ന മെഡിസിൻസ് ഉണ്ട് എന്നുള്ളത് ആൾക്കാർക്ക് പല ആൾക്കാർ അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അത്രേ ഉള്ളൂ. മൈൻഡിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് ആരും കൊടുക്കുന്നില്ല. പിന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ തന്നെ ഒരു കാര്യം, എനിക്ക് ഇത്രയും ഞാൻ ഡാൻസും ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. ഡെയിലി ഫിസിക്കൽ ആക്ടിവിറ്റീസ് തന്നെ ഭയങ്കര കൂടുതലാണ്. സോ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലോവർ ബാക്കിന് ഒരു സ്ലിപ്പ് ഡിസ്കിന്റെ ഇഷ്യൂ വന്നിരുന്നു. സോ അത് ഞാൻ ഫസ്റ്റ് മീൻസ് എനിക്ക് എണീക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നെ വീൽ ചെയറിലൊക്കെ കൊണ്ടുപോയത്. സോ ഡോക്ടറിന്റെ അടുത്ത് ഇവിടെ ഫസ്റ്റ് പോയപ്പോൾ ആള് പറഞ്ഞത് അതാണ്, യു ക്യാൻ ഫൊർഗെറ്റ് അബൌട്ട് യുവർ പ്രൊഫഷൻ ബിക്കോസ് യു കാണ്ട്. സോ ദ പവർ ഓഫ് മൈൻഡ് ഇസ് അവിടെയാണ് ഞാൻ അത് റിയലൈസ് ചെയ്തത്. ബിക്കോസ് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചത് ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഞാനിത് ചെയ്യും. ബട്ട് ചിലരുണ്ടാവും ദേ വിൽ കംപ്ലീറ്റ്ലി ലൂസ് ദ കോൺഫിഡൻസ്. അതോടെ അത് അവരെ എഫക്ട് ചെയ്യും. പക്ഷെ എനിക്ക് ഐ വാസ് വെരി ഷുവർ ദാറ്റ്
ഐ വിൽ ബി ഏബിൾ ടു ഡ, ഞാൻ എന്തായാലും ചെയ്യും, ഞാൻ ശരിയാവും എന്നുള്ള ഉള്ളുകൊണ്ട്, മനസ്സിന്റെ ഉള്ളുകൊണ്ട് ഞാൻ അത് അത്രയും സ്ട്രോങ് ആയി ബിലീവ് ചെയ്തു. ദാറ്റ് ഹെൽപ്ഡ് മീ റിക്കവർ വെരി സൂൺ. ആൻഡ് ഐ എം ഡൂയിങ് എവറിഥിങ് മോർ ദാൻ ബിഫോർ. ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ മൈൻഡ് ആൻഡ് ബോഡി ഈസ് അത്രയും. അപ്പൊ അവിടെയും ഐ വോണ്ടഡ് ടു ടെൽ യു ഹൗ കണക്റ്റഡ് ബോഡി ആൻഡ് മൈൻഡ് ഇസ്. എന്റെ മൈൻഡാണ്. സോ അതിനുള്ളൊരു ബുക്ക് ഉണ്ട്, ഞാനൊരു ബുക്കും വായിച്ചിട്ടുണ്ട്, കണക്ഷൻ ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് ബോഡി. സോ മോസ്റ്റ് നമ്മുടെ പകുതി അസുഖങ്ങളും നമ്മുടെ മൈൻഡ് കൊണ്ട് പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡും. യെസ്, അത് നല്ല ബുക്കാണ്. അതെ, അതുപോലെ പവർ ഓഫ് നൗ, ഇതൊക്കെ റിലേറ്റഡ് ടു മൈൻഡ് പവറിനെ കുറച്ചുകൂടി കണക്റ്റഡ് ആയിട്ട് നമുക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ. അതെ, സോ അവിടെയാണ് നമുക്ക് അറിയണത് ഇത്രയും കണക്റ്റഡ് ആണോ ബോഡി ആൻഡ് മൈൻഡ് എന്നുള്ളത്. സോ ആ ബോഡി ആൻഡ് മൈൻഡ് കണക്ഷന്റെ പവർ ഈ മൂവ്മെന്റ് തെറപ്പിയിലാണ് നമ്മൾ അതാണ് യൂസ് ചെയ്യണത്. വി യൂസ് ദ ബോഡി ടു കൺട്രോൾ അവർ മൈൻഡ് ഇൻ എ വെരി ഗുഡ് വേ. അപ്പോൾ ഈ കോവിഡിന് ശേഷം ശരിക്കും പറഞ്ഞ ഈ ഒരു തെറാപ്പിയുടെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ഒരുപാട് പേര് ഡിപ്രഷൻ, ആൻസൈറ്റി, അങ്ങനത്തെ ഒരുപാട് വാക്കുകളൊക്കെ ആ ടേംസ് തന്നെ നമ്മൾ കേൾക്കുന്നത് ചിലപ്പോൾ കോവിഡിന് ശേഷമായിരിക്കും. എത്രത്തോളം ഹെൽപ്ഫുൾ ആണ് ഈ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് തെറാപ്പി ചെയ്യുന്നതുകൊണ്ട്? ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ഫസ്റ്റ് ടൈം ഈ ഒരു മൂവ്മെന്റ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിപ്പോയി. കാരണം ലാസ്റ്റ് ഒരു 2-3 years ആയിട്ട് നമ്മൾ കുറെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് തെറാപ്പിയെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് ഞാൻ പഠിച്ചു റൈക്കി ഹീലിംഗ്. അപ്പൊ ഇങ്ങനത്തെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹീലിംഗ് മെത്തേഡ്സ് ഒക്കെ എങ്ങനെ വരുന്നത്? ആൾക്കാർ അത്രയും കൂടുതൽ സഫിക്കേഷൻ അനുഭവിക്കുന്നുണ്ടത് കൊണ്ടാണോ, അതോ ഈ സമൂഹത്തിന് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഉള്ള തെറാപ്പികൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, അതുകൊണ്ടാണോ അങ്ങനത്തെ ഒരു മൂവ്മെന്റ് എടുക്കാൻ കാരണം? ആക്ച്വലി ഇതിലേക്ക് ഞാൻ വന്നത് ബിക്കോസ് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ പൊതുവെ ഒരു ഭയങ്കര ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ജോബാണ് എൻ്റെ, ഓൾവേസ് മൂവിങ്. അപ്പോൾ അത് എൻ്റെ ക്ലയൻസിനെ ആണെങ്കിലും എന്നെയും വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബിഫോർ കോവിഡ് ആണെങ്കിൽ കുറെ ക്ലാസ്സസിന് ശേഷമൊക്കെ ആൾക്കാർ വന്നിട്ട് എന്നോട് പറയും ഭയങ്കര പോസിറ്റീവ് ഫീലാണ് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ. അപ്പം നമ്മൾ ആ രീതിയിൽ ചിന്തിക്കില്ലല്ലോ, നമ്മൾ ആ ഒരു ആർട്ട് ഫോം പോലെയാണ് ഇത് കാണുന്നത്. പക്ഷെ എനിക്ക് വേറെ കുറേ റെസ്പോൺസസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കോവിഡ് ആയതിനു ശേഷം ഈ പറഞ്ഞ പോലെ ദാറ്റ് വാസ് ദ ടൈം നമ്മൾ വീട്ടിലിരുന്ന്, that was actually when we started realizing we've been lost in the world. നമ്മൾ ഈ ഡെയിലി ഒരു മൊണോട്ടനസ് ആയിട്ടല്ലേ നമ്മുടെ ലൈഫ് പോണത് എല്ലാവരുടെയും. പ്രത്യേകിച്ച് ഇവിടെ UAE രാവിലെ ജോലിക്ക് പോകുന്നു, വരുന്നു. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ബോഡി ആയിട്ട് ഡിസ്കണക്റ്റഡ് ആയി പോയ പോലെയാണ്. നമുക്ക് നമ്മളെ പറ്റി ചിന്തിക്കാനോ നമ്മളെ എക്സ്പ്ലോർ ചെയ്യാനോ ആ ഒരു സംഭവം കംപ്ലീറ്റ്ലി ഒരു ഡിറ്റാച്ച്മെന്റ് വന്നു. അപ്പോൾ ഈ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ടു ബി ഓണസ്റ്റ് ഒരു മെന്റൽ ഒരു ഡൗൺഫോൾ ഉണ്ടായിട്ടുണ്ടല്ലോ കോവിഡിന്റെ സമയത്ത്. അതിപ്പോ ആരോട് സംസാരിച്ചാലും നമുക്കറിയാം. അതെ, അടഞ്ഞിരിക്കുമ്പോ അപ്പൊ പക്ഷെ ആ ഒരു പോസ് എനിക്ക് തോന്നുന്നു കുറെ പേരുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതൊരു നെഗറ്റീവ് ഒരു ഡൗൺഫോൾ ആയിരുന്നു, പക്ഷെ അവിടുന്ന് ഇഷ്ടം പോലെ പേര് ലൈക്ക് പവർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഇരിക്കുന്ന സമയത്ത് ഞാൻ കുറെ ചിന്തിച്ചു ഈ പറഞ്ഞ പോലെ ഇനി എന്താ എനിക്ക് ചെയ്യാൻ പറ്റും, ഇതന്നെയാവോ ഇനി എൻ്റെ ലൈഫ്. ക്ലാസ്സസ് എടുക്കുന്നു, പോകുന്നു, എന്തെങ്കിലും ഒരു വാല്യൂ സൊസൈറ്റിയിലേക്ക് വരുത്താൻ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു ഞാനിങ്ങനെ കുറെ റീസെർച്ച് ചെയ്ത സമയത്താണ് ഞാൻ ഈ ഡാൻസ് മൂവ്മെന്റ് തെറപ്പി കണ്ടെത്തി. ഇതിലിപ്പോ ഏജ് ഗ്രൂപ്പ് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പോ വയസ്സായ ആൾക്കാർക്ക് ഇപ്പൊ ഡാൻസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ എങ്ങനെ ഈ മൂവ്മെന്റ് തെറാപ്പി ചെയ്യാം? അതാണ് അതിന്റെ ബ്യൂട്ടി. സോ കുറെ പേർക്ക് ഈ ഒരു നോഷൻ ഉണ്ട്, അതായത് ഡാൻസ് തെറപ്പി എന്ന് പറയുമ്പോൾ ഓൺലി ഫോർ ഡാൻസേഴ്സ്, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ അറിയണവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊരു ഇതുണ്ട്. അത് വളരെയധികം തെറ്റാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ബെനിഫിഷ്യൽ ഫോർ എൽഡർലി പീപ്പിൾ ആണ്. സോ എസ്പെഷ്യലി എൽഡർലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡാൻസ് ക്ലാസ്സിൽ പോയാൽ എങ്ങനെയാ, നമ്മളൊരു ടീച്ചർ പറയും ഇതുപോലെ മൂവ് ചെയ്യൂ. അതിപ്പോ പ്രായമുള്ള ആൾക്കാരോട് വളരെ സിമ്പിൾ ആയിട്ട് മൂവ് ചെയ്യൂ എന്ന് പറയും. ഇത് അങ്ങനെ പോലും അല്ല. നമ്മൾ ഒരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോൾ ഐ വർക്ക്ഡ് വിത്ത് എൽഡർലി പീപ്പിൾ. അപ്പോൾ ഒരു സേഫ് സ്പേസ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് അവരുടെ കപ്പാസിറ്റിയിൽ അവർ ഇന്റൻഷനലി ഈ പറഞ്ഞ പോലെ ആർട്ട്, മൂവ്മെന്റ്, ഡ്രാമ എല്ലാത്തിലും നമ്മൾ കുറെ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് കൊടുക്കും അവർക്ക്. സോ ദാറ്റ് റിയലി ബെനിഫിറ്റ്സ് ദെം. ഫിസിക്കൽ ആണെങ്കിലും അവരുടെ കോഗ്നേറ്റീവ് സ്കിൽസ്. പിന്നെ പ്രായമുള്ളവർക്കുള്ള പ്രശ്നങ്ങൾ എന്താ, ബാലൻസ്. ഈ പറഞ്ഞ പോലെ അവരുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നില്ല. അവരും ഈ ഒരു മൊണോട്ടനസ് ആയിട്ടല്ല രാവിലെ എണീക്കുന്നു. പിന്നെ ചിലർക്ക് അധികം മൂവ്മെന്റ് പോലും ഉണ്ടാവില്ല. സോ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആണ്. ദേ ഫീൽ മോർ യങ്, ദേ ഫീൽ ദർ ഇസ് എ പർപ്പസ് ഇൻ ദിയർ ലൈഫ്.
പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പൊതുവെ ഗ്രൂപ്പ് സെഷൻസ് ആണ് ചെയ്യാറ്. അപ്പൊ ഗ്രൂപ്പ് സെഷൻസ് ചെയ്യുമ്പോൾ ഒരേ മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരണം. സോ അവര് തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ഞാൻ അത് ചോദിക്കാൻ വരുമായിരുന്നു, ഒരു പർട്ടിക്കുലർ ജോണർ എന്തെങ്കിലും ഇതിനുണ്ടോ എന്നുള്ളത്. അല്ല, പൊതുവെ ഞാനിപ്പോ ഒരു ഗ്രൂപ്പ് സെഷൻ ആണ് ചെയ്യാറ്. അത് ലൈക്ക് മൈൻഡഡ് ആയിരിക്കും. ഇപ്പൊ പിള്ളേർക്കാണെങ്കിൽ പിള്ളേർക്ക് മാത്രം, ഇപ്പൊ കോർപ്പറേറ്റ് സെഷൻസ് ആണെങ്കിൽ അവിടുത്തെ ആൾക്കാർ, എൽഡർലി ആണെങ്കിൽ അപ്പൊ നമ്മൾ വി ഹാവ് ടു ഡിവൈഡ് ദ ഗ്രൂപ്പ്. മിക്സ്ഡ് ഗ്രൂപ്പ്സ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ആക്ടിവിറ്റീസ് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും. സോ ബേസിക്കലി മൂവ്മെന്റ് തെറപ്പി എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ, ആ ഗ്രൂപ്പിൽ സ്ട്രെസ് റിലേറ്റഡ് എല്ലാവരും സ്ട്രെസ്ഡ് ആണ്, അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ അതിനുള്ള ആക്ടിവിറ്റീസ് കൊടുക്കും. ഒരു 10 to 15 സെഷൻസ് ആണ് പൊതുവെ ചെയ്യാറ്. അതിൽ തന്നെ ഭയങ്കര ഡിഫറൻസസ് ആണ് വരിക. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൽഡർലി ഗ്രൂപ്പിനും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറയാം, ഈ പാർക്കിൻസൺസ് ഉള്ള ആൾക്കാരുണ്ട്, അവർക്ക് മൂവ്മെന്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അപ്പോൾ അവരുടെ ന്യൂറോ പാത്വേസ് കട്ട് ആവുകയാണ് ബോഡി ആൻഡ് മൈൻഡിന്റെ. അതാണല്ലോ അവർക്ക് ഒരു കൺട്രോൾ ഇല്ലാത്ത കയ്യിൽ. ബട്ട് സയന്റിഫിക്കലി US പ്രൂവ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഇവര് ഡെയിലി മൂവ്മെന്റ് തെറപ്പി സെഷൻസിന് അവർ കൊണ്ടുപോകും ഹോസ്പിറ്റൽസിന് ആസ് എ ഗ്രൂപ്പ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വാട്ട് ഹാപ്പൻസ് വിത്ത് ദിസ് തെറപ്പി ഈസ് there are like a few neuro pathways that open up that help them. അതായത് ഐ എം നോട്ട് സെയിങ് ഫുള്ളി ക്യൂർ ദ ഡിസീസ്, പക്ഷെ മെയിൻറ്റെയിൻ ദാറ്റ് ആൻഡ് ഗോ. അവർക്കൊരു പോസിറ്റീവ്, ബിക്കോസ് അതിനൊരു ക്യൂർ ഇല്ല എന്നല്ല പറയാം, ബട്ട് ടു മെയിൻറ്റെയിൻ ദാറ്റ് ആൻഡ് കുറച്ചും കൂടി അവരുടെ ബോഡി ലാംഗ്വേജ് എക്സ്പാൻഡ് ആവും ആ രീതിയിൽ. ഇതെങ്ങനെ നമ്മൾ ഇതൊരു ജനങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവയർനെസ് കൊടുക്കാൻ നമുക്ക് എങ്ങനെ കഴിയാം? ഇപ്പൊ ഒരു മൂവ്മെന്റ് തെറാപ്പിയിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഉണ്ട്, നിങ്ങൾക്ക് സെൽഫ് ഹീലിംഗ് നടക്കും. അങ്ങനത്തെ ഒരു അവയർനെസ് നമ്മൾ എത്രമാത്രം ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയും ഇങ്ങനെ ഒരു ഇതിലൂടെ? അതാണ് ഇവിടെ ഒരു ചാലഞ്ച് ശരിക്കും. എനിക്ക് എൻ്റെ ഒരു ഡ്രീമാണ് അത്, ദാറ്റ് UAE ഈ പറഞ്ഞ പോലെ നാട്ടിലും US അത്യാവശ്യം ഇത് പ്രിവെയിലിംഗ് ആണ്. ഇപ്പോൾ ഹോസ്പിറ്റൽസ് ആണെങ്കിലും എല്ലാ ജോണേഴ്സിലും ഇത് നടന്നു പോകുന്നുണ്ട്. പക്ഷെ UAE കുറെ പേർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. സോ ഐ വാസ് ആക്ച്വലി പ്ലാനിങ് ടു ഡു ലൈക്ക് ഞാൻ ഇതുപോലെ വർക്ക്ഷോപ്സ് നടത്താറുണ്ട്, ടോക്സ് കൊടുത്തിട്ടുണ്ട്. ഒരു റീസെന്റ് ഒരു വേൾഡ് ബയോഹാക്ക് സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷോസ് ഒക്കെ ആങ്കർ ചെയ്യുന്നില്ലേ? ഞാൻ ഷോസ് ആങ്കർ ചെയ്യാം. ഞാൻ ഈ ഒരു പ്രൊഫൈലിൽ നോക്കിയപ്പോ 2017 മിസ്സസ് കേരള ആയിരുന്നു. അതെ. അപ്പൊ ഇങ്ങനെ എനിക്ക് ഒരു ഡിഫറെന്റ് ലൈഫ് സ്റ്റൈൽ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ ദുബായ് ആണ്, റൈറ്റ്? അപ്പൊ അങ്ങനത്തെ ഒരാള് എന്തെങ്കിലും ഒരു ട്രോമസിലൂടെ എന്തെങ്കിലും കടന്നു പോയിട്ടാണോ, അതോ നമ്മൾ ഒരു സെൽഫായിട്ട് ഒരു അവയർനെസ് ഉണ്ടായതാണോ? തുടക്കത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ എനിക്ക് പൊതുവെ ചെറുപ്പം മുതലേ എല്ലാം ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഇപ്പൊ ഞാൻ ഹോസ്റ്റ് ചെയ്യാറുണ്ട്, ഞാൻ ഫിറ്റ്നസ്സിലേക്കും ഉണ്ട്. സോ എനിക്ക് പൊതുവെ ആർട്ട് ഇതെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാള്, ക്രിയേറ്റീവ് സൈഡിലുള്ള എൻ്റെ ആ ബ്രെയിനാണ് വർക്ക് ചെയ്യണത്. സോ എനിക്ക് പൊതുവെ എല്ലാം ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് നമുക്കൊരു ലൈഫേ ഉള്ളൂ, അപ്പൊ നമ്മൾ എല്ലാം എക്സ്പ്ലോർ ചെയ്യണം, എല്ലാം പഠിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ആളാണ് ഞാൻ. പക്ഷേ കോവിഡിന് ശേഷം അവിടെയാണ്. സോ പേഴ്സണലി ഇറ്റ് ഈസ് ഫ്രോം മൈ ട്രോമാസ് ഓർ മൈ പേഴ്സണൽ ഡൗൺഫോൾ, പേഴ്സണൽ ലൈഫില് ഇഷ്യൂസ്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളിലൂടെ പോയതിന് ശേഷമാണ്. ആൻഡ് ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഹു ഹാവ് ഗോൺ ത്രൂ എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. അപ്പൊ ഇവരോടൊക്കെ സംസാരിച്ചും നമ്മൾ കുറെ കോൺവെർസേഷൻസ് ഉണ്ടായതിനു ശേഷം ആണ് എനിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് വാല്യൂ, I believe in value of work rather than just the money. നമ്മള് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നമ്മളിപ്പോ പുറത്ത് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ ഒരു സെയിം ഫീലിങ്സിലൂടെ പോകുന്നുണ്ടാവും. കാരണം ചില ആൾക്കാർക്ക് പലതും എല്ലാവരോടും തുറന്നു പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. മുമ്പുള്ള സമയത്തൊന്നും ആൾക്കാർ ഇത്രയും കൂടുതൽ എക്സ്പ്രസീവ് ആയിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ കോവിഡിന് ശേഷം എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്, എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണണമെന്നോ അല്ലെങ്കിൽ എനിക്കൊരു മൈൻഡ് പവർ ചെയ്യുന്നോ, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയത് ആഫ്റ്റർ കോവിഡ് ആയിരിക്കും. ആ കോവിഡിന് ശേഷം എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളിപ്പോ ഒരു ഇൻസ്റ്റയിലൊക്കെ ഒരു റീൽസ് എടുത്ത് നോക്കിയപ്പോൾ മെന്റൽ ഹെൽത്തിന് വേണ്ടിയുള്ള ഒരുപാട് ക്ലാസ്സുകൾ തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് കൂടുതലായിട്ട് ഇപ്പൊ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ സെൽഫ് ഹീലിംഗ്, അതുപോലെ മൈൻഡ് പവർ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും ഒരുപാട് റീൽസ് എല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ വ്യത്യസ്തമായിട്ട് ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് തെറാപ്പിയുടെ വീഡിയോസ് വളരെ കുറച്ച് കാണാറുള്ളൂ. അപ്പൊ ഈ മൂവ്മെന്റ് തെറാപ്പി എന്ന് പറഞ്ഞത് ആൾക്കാർക്ക് വേണ്ടത്ര അറിവ് ഇല്ലാത്തത് കൊണ്ടാണോ, അതോ ആൾക്കാർ ഇത് ഒരു ഡിഫറെന്റ് സ്റ്റൈലാണെന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നതാണോ? Actually, see, movement therapy started in
എയ്റ്റീൻസ് 19 ആ വളരെ മുന്നേ തുടങ്ങിയിട്ടുള്ള സംഭവമാണ് മൂവ്മെന്റ് തെറപ്പി. അത് എത്രയോ കാലമായിട്ട് പ്രിവെയിൽ ചെയ്യണം, ബട്ട് ഇറ്റ്സ് ടുവേർഡ്സ് ദി വെസ്റ്റേൺ സൈഡ്. അവിടെയാണ് അത് കൂടുതലും ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എനിക്ക് തോന്നണത് ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രത്യേകിച്ച് അതിനെ ഡാൻസ് മൂവ്മെന്റ് തെറപ്പി എന്ന് വിളിക്കുമ്പോൾ എത്ര പേരുണ്ട് ഡാൻസ് കളിക്കാൻ, അല്ലെങ്കിൽ അപ്പോൾ ഈ പ്രത്യേകിച്ച് മൂവ് ചെയ്തുകൊണ്ട് ഞാൻ എങ്ങനെ കംഫർട്ടബിൾ ആവും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കുറെ പേർക്ക് വരാറുണ്ട്. മൂവ്മെന്റ് തെറപ്പി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അതാണ്. ബിക്കോസ് നമ്മളിപ്പോൾ സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയാലും നമ്മൾ ഇങ്ങനത്തെ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പിക്ചർ അവിടെ വരുന്നില്ലല്ലോ, ലൈക്ക് മൂവ് ചെയ്യണം എന്നോ അങ്ങനെ. അപ്പൊ ഇത് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ടു മൂവ് എന്ന് പറയുമ്പോൾ അതൊരു അൺകംഫർട്ടബിൾ ആണ് എന്നുള്ള ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വരുന്ന ആൾക്കാർക്ക്. സോ അതുകൊണ്ടാണ് തോന്നുന്നു അത് ട്രൈ ചെയ്യാൻ ആൾക്കാർക്ക് ഒരു മടിയെന്ന്. പക്ഷെ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് തിങ്. അതായത് വിചാരിക്കണ പോലെയല്ല. ഇത് മൈൻഡ് ബോഡിയും കൂടി എന്തെങ്കിലും എത്ര കണക്റ്റഡ് ആണെന്ന് കാണിക്കാൻ കൂടിയാണോ അത്? ഓഫ് കോഴ്സ് 100%. ഇറ്റ്സ് വെരി പവർഫുൾ. മൈൻഡ് ആൻഡ് ബോഡി ഹാസ് എ ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്ക് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോട്ടീസ് ചെയ്യില്ല ചിലപ്പോൾ. അത് നമ്മൾ സ്ട്രെസ് ആയിരിക്കുമ്പോൾ ഇഫ് വി സിറ്റ് വിത്ത് അവർ സെൽഫ് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് കഴുത്ത് വേദന വരും, അല്ലെങ്കിൽ ബാക്ക് പെയിൻ വരും. പലതും നമ്മുടെ ബോഡിയിൽ ചിലർക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ബവൽ മൂവ്മെന്റ്സ് പ്രോബ്ലം ആയിരിക്കും. സോ ഫിസിക്കലി നമ്മൾ വളരെ എഫക്റ്റഡ് ആവുന്നുണ്ട്. പക്ഷെ അപ്പൊ through this movement therapy we find out those issues in our body. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാട്ടോ. ഇപ്പൊ നമ്മളൊരു എക്സ്പീരിയൻഷ്യൽ കൂടെ പോവാണ് വിചാരിക്കും ഇൻ ദ തെറപ്പി സെഷൻ. അവിടെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ആക്ടിവിറ്റി അവർക്ക് കൊടുക്കുമ്പോൾ ദേ വിൽ ഗോ ത്രൂ എ സർട്ടൻ ഇമോഷൻ. ഇപ്പൊ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ട്രോമാസോ വാട്ട് എവർ ഇറ്റ് ഇസ്, നമുക്ക് മെമ്മറീസോ എന്തെങ്കിലും ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ വി ഗോ ത്രൂ എൻ ഇമോഷൻ. അപ്പോൾ വാട്ട് വി ഡു ത്രൂ മൂവ്മെന്റ് തെറപ്പി ഇസ് വി മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് what sensations you feel in the body. Okay? It could be anything. ചിലർ കോൾഡ് ആവും, ചിലർ നമ്മൾ അത് റിയലൈസ് ചെയ്യാത്ത കാര്യങ്ങൾ. ബട്ട് വെൻ വി ഡു തെറപ്പി ത്രൂ മൂവ്മെന്റ് വി ഫീൽ വാട്ട് ഗോസ് ഇൻസൈഡ് അവർ ബോഡി. നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് വരെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും ഹൗ ഇറ്റ് ഇസ് ഗോയിങ് വെൻ വി ഗോ ത്രൂ ദാറ്റ് ഇമോഷൻ. ആൻഡ് ദെൻ ഫ്രം ദർ വി വർക്ക് ത്രൂ. സോ ത്രൂ ദാറ്റ് ഇപ്പൊ ഒരു സപ്പോസ് നമുക്ക് ഒരു ചിൽ ഫീലിംഗ് ആണ് വരുന്നത്, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് വരുന്നത് പറയുമ്പോൾ അത് അസസ് ചെയ്തതിന് ശേഷം അതിനുള്ള ആക്ടിവിറ്റീസ് കൊടുക്കും ടു കട്ട് ദാറ്റ് ഡൗൺ. സോ ദാറ്റ് ഇന്റേർണലി ഹെൽപ്സ് അവർ മൈൻഡ്. ഇമാജിനേഷൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഇതിൽ ഉണ്ടോ? കാരണം എന്താണ്, ഒരു ഒബ്ജക്റ്റ് ഇല്ലാതെ നമുക്ക് അതിനെ സങ്കല്പിച്ച് നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ടോട്ടലി നമ്മൾ ഫ്രീ ആയിട്ട് ശരിക്കും മൈൻഡും ബോഡിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് ഒരുപാട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് നല്ല രീതിയിൽ അറിയാൻ പറ്റും. എന്താണ് സോൾ എന്നുള്ളതും അത് ബോഡി എന്താന്നുള്ളതും പെട്ടെന്ന് പറയാൻ പറ്റും. ഇവിടെ ഞാനൊരു ഡാൻസ് തെറാപ്പിയിലൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില മൂവ്മെന്റ്സിലൊക്കെ ഒരു ഒബ്ജക്റ്റ് ഇല്ലാതെ തന്നെ ഇപ്പോൾ ഒരു പൂവില്ലാതെ ആ പൂവിനെ നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ ഒരു ഫാക്ടറാണോ നമുക്ക് ഇതിനോട് കൂടുതൽ ഒരു നമ്മുടെ മൈൻഡിന് ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയിലേക്ക് വരുത്തുന്നത്? ഈ സാധനം ഉണ്ട്. അതല്ലാണ്ട് there are sessions where നമ്മൾ just move the way you feel. അങ്ങനെ that is one of our mottos. There will be sessions where you move, നമ്മൾ എങ്ങനെയാ വെച്ചാൽ we move in a certain way and we feel later, അല്ലേ? അങ്ങനെയല്ല. ഇപ്പൊ നമ്മളൊരു ക്ലാസ്സിന് പോയി we move, നമ്മളൊരു ഇൻസ്ട്രക്ഷൻ തരാണ്, we move and then we might feel happy. But here in movement therapy it is move the way you feel എന്നാണ് പറയാ. So however you feel you move. So that is a different genre. അതല്ലാണ്ട് ഇങ്ങനത്തെ ക്രിയേറ്റീവ് സൈഡും ഉണ്ട്. ക്രിയേറ്റീവ് ഇമാജിനേഷൻ എക്സ്പ്രഷൻസ്, ഈ പറഞ്ഞ പോലെ പൂ അല്ലെങ്കിൽ എർത്ത്, ഈ പറഞ്ഞ പോലെ ഗ്രൗണ്ടഡ് ആയിട്ട് മൂവ്മെന്റ്സ് ചെയ്യുക, അങ്ങനെ ഇഷ്ടം പോലെ അങ്ങനത്തെ സങ്കല്പികമായ കാര്യങ്ങളും ചെയ്യാറുണ്ട്. നമ്മൾ ഒരുപാട് പേര് ഇങ്ങനെ നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട് ഇങ്ങനെ ജോലി ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളിലും പിന്നെ അത് ലൈഫിലുണ്ടാകുന്ന ഒരു പലതരത്തിലുള്ള ചിലപ്പോൾ പല കാര്യങ്ങളും ഈ പറയുന്ന പോലെ ഉള്ളിൽ തന്നെ ഒതുക്കി നടക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് ചില സന്ദർഭങ്ങൾ വരുമ്പോൾ അവരുടെ ഒരു മൈൻഡൊക്കെ കൺട്രോൾ വിട്ടു പോകുന്നു. അപ്പോൾ ഇതിന്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് തന്നെ അറിയാം ഒരുപാട് ആൾക്കാർ. ഇപ്പോൾ ഞാൻ പല കാര്യങ്ങളും പഠിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി നമ്മുടെ അടുത്ത് ആൾക്കാർ പറയാറുണ്ട് ഇങ്ങനത്തെ കുറെ ഹീലിംഗ്. ഇപ്പൊ നമ്മളുടെ ഞാൻ ഇപ്പൊ അടുത്തൊരു റൈക്കി ഹീലിംഗിന്റെ കുറച്ച് ക്ലാസ്സുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തെറാപ്പി നമ്മളൊരു വിശ്വസിച്ച് ചെയ്യുന്ന ഒരു കാര്യം. നമ്മൾ എത്രമാത്രം വിശ്വസിക്കുന്നോ അത്രയാണ് നമുക്ക് അതിനോടുള്ള ഒരു
അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ചെയ്യാത്ത ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇതിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യണം, ഇത് തെറാപ്പി ചെയ്യാൻ എന്നാ കുറച്ചും കൂടി നമുക്ക് ലൈഫിൽ കുറച്ച് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ചോദിച്ചു വന്നത്, ഇപ്പോൾ ഇങ്ങനൊരു മൊമെന്റ് തെറാപ്പി എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ ലൈഫിൽ ബാക്കിയുള്ള എന്തിനേലും കാര്യത്തിൽ എന്തെങ്കിലും പോസിറ്റീവ് സയൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്? 100%. അതൊരു മാജിക് ആണ് ശരിക്കും. ആ എക്സ്പീരിയൻസിൽ ഇത് പറഞ്ഞറിയിക്കണതിനൊരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് പോകുമ്പോൾ തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ കോഴ്സ് പഠിച്ചപ്പോൾ തന്നെ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി എക്സ്പീരിയൻഷ്യൽ കോഴ്സ്. സോ വി ട്രൈ ഓൾ ദീസ്, വി ഗോ ത്രൂ ദ ജേർണി. സോ എനിക്ക് പേഴ്സണലി ആ ഒരു ഫീല് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയില്ലല്ലോ. സോ ഇറ്റ് ഈസ് എൻ അൺഇമാജിനബിൾ ട്രാൻസ്ഫോർമേഷൻ. അത് ഇൻ പേഴ്സണൽ ലൈഫ്, പേഴ്സണൽ ഗ്രോത്ത്, കോൺഫിഡൻസ്, സെൽഫ്, ഈ പറഞ്ഞ പോലെ സെൽഫ് അക്സെപ്റ്റൻസ്, സെൽഫ് അവയർനെസ്. കുറെ പേർക്ക് സെൽഫ് അക്സെപ്റ്റൻസ് ഇല്ല. അത് ചില ആൾക്കാർക്ക് എന്താ പ്രശ്നം പോലും അറിയില്ല, അവർ അറിയുന്നുണ്ടാവില്ല അവർക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. എക്സാക്ട്ലി അവിടെയാണ് മൂവ്മെന്റ് തെറപ്പി ഡസ് മാജിക്. അതായത് നമ്മള് തീരെ വിചാരിക്കാത്ത കാര്യങ്ങൾ ആയിരിക്കും. ഒരു ലൈക്ക് സപ്പോസ് നമ്മുടെ ഉള്ളിൽ തന്നെ there are many closed doors, അതെല്ലാം ലിറ്ററലി ഓപ്പൺ ആവും. അത് ഭയങ്കര ആ ഒരു എക്സ്പീരിയൻസിലൂടെ തന്നെ പോകണം. പിന്നെ മൂവ്മെന്റ് തെറപ്പി ഈസ് ആക്ച്വലി വെരി വെരി വെൽ നോൺ ഫോർ പീപ്പിൾ ഹൂ കനോട്ട് എക്സ്പ്രസ് ദംസെൽവ്സ്. ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു പേഴ്സണൽ തെറപ്പി ക്ലാസ്സിന് പോവാണ്, അല്ലെങ്കിൽ ഒരു സെഷന് പോവാണ്, ഒരു 7-8 സെഷൻസ് കഴിഞ്ഞാൽ പോലും അവർക്ക് ഓപ്പൺ അപ്പ് സംസാരിക്കാൻ ബുദ്ധിമുട്ട്. അത് പിള്ളേരെ തുടങ്ങി അഡൽട്സ് വരെ ഉണ്ട് കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും അവർക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്ക്. അവിടെയാണ് മൂവ്മെന്റ് തെറപ്പി നന്നായി ഹെൽപ്പ് ചെയ്യും. ത്രൂ ബോഡി, വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ത്രൂ ബോഡി we make them understand what they actually feel, and from there they can actually understand and talk about it. Okay. So movement therapy അതിന് നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറെ പേര്, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട്. യുഎഇയിൽ വന്ദന ഒറ്റയ്ക്കാണോ അത് ചെയ്യുന്നത്, അതോ ടീം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ആക്ച്വലി യുഎഇന്ന് വളരെ ചുരുക്കം ആൾക്കാര് ഈ പറഞ്ഞ പോലെ അറിയുള്ളൂ എനിക്ക് ചെയ്യുന്ന ഈ ഒരു ഫീൽഡിലുള്ളവര്. ബിക്കോസ് ഈ ഒരു കോഴ്സ് ഇസ് ദെയർ ഇൻ ഇന്ത്യ ഓൺലി ഇൻ 2 places. പിന്നൊക്കെ യുഎസിലാണ്. സോ നമുക്ക് അതിന്റെ ഒരു സർക്കിൾ ഉണ്ടാവുമല്ലോ, നമുക്ക് അറിയാൻ പറ്റുമല്ലോ. സോ വളരെ അപൂർവ ആൾക്കാരേ ഉള്ളൂ. സോ ഐ റിയലി വാണ്ട് ടു. വളരെ എക്സ്പെൻസീവ് ആണോ ഇത് തെറാപ്പി എന്ന് പറയുന്നത്? അല്ല, ഞാൻ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനൊരു ഇത്ര ഒരു ടൈം പീരീഡ് ഉണ്ടോ? സോ ഇത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഒരു 1.5 years ആണ്. ഒരു 1 yearലാണ് ഞാൻ പഠിച്ചത്. അത് പോയിട്ടും ഓൺലൈനും പോയിട്ടും അങ്ങനെയാണ് പഠിച്ചത്. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ വി ഹാവ് ടു കീപ് പ്രാക്ടീസിങ് ഇറ്റ്. ഇത് ഡാൻസ് അറിയാത്ത ആൾക്കാർക്കും ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ സൈക്കോളജി പഠിച്ചു. അപ്പൊ എന്റെ ഗ്രൂപ്പിൽ തന്നെ സൈക്കോളജി മാത്രം പഠിച്ചവര്, ഡാൻസിനെ പറ്റി A to Z ഐഡിയ ഇല്ലാത്തവര് വരെ വന്നിട്ടുണ്ട്. സോ ഇതാണ് എല്ലാവരും ഡൗട്ട്. അതാണ് ഞാനിതൊരു ചോദ്യം ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ, ഒരു മൂവ്മെന്റ് തെറാപ്പി ഇസ് റിലേറ്റഡ് ടു ഡാൻസ് എന്ന് പറയുമ്പോൾ, അപ്പൊ ഡാൻസ് അറിയാത്തവർ എങ്ങനെ ചെയ്യും? എക്സാക്ട്ലി. അത് കംപ്ലീറ്റ്ലി ഒരു റോങ് കോൺസെപ്റ്റ് ആണ്. നമ്മള് ഇതില് എല്ലാം മ്യൂസിക് ഉണ്ട്, ബോഡി മൂവ്മെന്റ്സ് ഉണ്ട്, അത്രേ ഉള്ളൂ. സോ അത് വേണമെങ്കിൽ ഇപ്പൊ നമ്മുടെ തെറപ്പിയിൽ തന്നെ നമ്മൾ ഒരു ഈ പറഞ്ഞ പോലെ ഒരു നമ്മളിപ്പോ ടീച്ചർ പറയുമല്ലോ അങ്ങനെ ചെയ്യൂ, അല്ലെങ്കിൽ ഇപ്പൊ തെറപ്പിസ്റ്റ് ആണെങ്കിലും നമ്മൾ പറയൂ ഇങ്ങനെ ചെയ്യൂ. മൂവ്മെന്റ് തെറപ്പിയിൽ അങ്ങനെ ഇല്ല. ക്രിയേറ്റിംഗ് എ സേഫ് സ്പേസ് ആണ് നമ്മുടെ ഫസ്റ്റ് മോട്ടോ. അപ്പോ അതിന് യു വിൽ ലീവ് ഇറ്റ് ടു ദം. We will give them ideas, we will give them, but it's up to them. There are people who don't move for the first few sessions. ഇപ്പൊ നമ്മൾ മ്യൂസിക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും അവര് ലിറ്ററലി വെറുതെ ഇരിക്കണവരുണ്ട്. പക്ഷെ ലേറ്റർ ദേ സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ കംഫർട്ടബിൾ ആക്കും ആളെ. സോ ദർ ഇസ് നത്തിങ് ഡാൻസ് അറിയണമെന്നോ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ. അല്ല, ചിലപ്പോ പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും, നമ്മൾ ഡാൻസ് അറിയാത്തത് എങ്ങനെ ഈ ഒരു മൂവ്മെന്റ് തെറാപ്പി എന്ന് വെച്ചാൽ ഇതൊരു ഓരോ മൂവ്മെന്റ്സും നമുക്ക് ഒരു ഹീലിംഗ് പ്രോസസ് ആണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, വി മൂവ് ദ വേ വി ഫീൽ. ഓക്കെ, ദാറ്റ്സ് ഓൾ. നമുക്ക് എന്തെങ്കിലും ഒരു ഇപ്പൊ ചില ആൾക്കാർക്ക് വല്ല അസുഖങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടെന്നുണ്ട്, അതിനെന്തെങ്കിലും ഹെൽപ്ഫുൾ ആണ്? യെസ്. സോ മൂവ്മെന്റ് തെറപ്പി ആക്ച്വലി ഹോസ്പിറ്റൽസിലും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്, എസ്പെഷ്യലി ഫോർ ക്യാൻസർ പേഷ്യൻസ്. അവർ ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് മെന്റൽ പ്രോബ്ലംസ്. ആ സമയത്ത് ട്രീറ്റ്മെന്റും പെയിനും. സോ
അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പാർക്കിൻസൺസ് ഉള്ള ആൾക്കാർ. സോ പിന്നെ എസ്പെഷ്യലി മൂവ്മെന്റ് റെസ്ട്രിക്ഷൻ ഉള്ള ആൾക്കാർക്ക് മൂവ്മെന്റ് തെറപ്പി ഈസ് വെരി വെരി ഹെൽപ്ഫുൾ. അതായത് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്കൊക്കെ മൂവ്മെന്റ് തെറപ്പി ഈസ് എക്സ്ട്രീംലി ഹെൽപ്ഫുൾ. ഈ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ മൂവ്മെന്റ് തെറാപ്പി? അതാണ്. സോ ഫിസിക്കലി ഡിസേബിൾഡ് ആൾക്കാർക്ക് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് കൊടുക്കുക. സോ ഈ അവർക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു കംഫർട്ട് സോണിൽ എത്തുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു ഫിസിക്കൽ ഡിസേബിലിറ്റി ഒരു ആൾക്ക് ഡാൻസ് പഠിക്കാൻ പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാനുള്ള പറ്റില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നമാണല്ലോ അവിടെ വരുന്നത്. അല്ലെങ്കിൽ അതേ ഫീൽ ഔട്ട് ഓഫ് പ്ലേസ് ഒരു സ്ഥലത്ത് പോവാണെങ്കിൽ. ഇപ്പൊ അങ്ങനത്തെ കുറെ സ്ഥലങ്ങളുണ്ട് അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള. പക്ഷെ അല്ലെങ്കിലും അവരൊരു സെഷന് പോവാണ്, എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റി ആണെങ്കിലും അവർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, ഞാൻ അവിടെ ഫിറ്റ് അല്ല, അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് വരുമല്ലോ, ദാറ്റ് ആ ഒരു ഷെല്ല് ബ്രേക്ക് ആവും ഇവിടെ മൂവ്മെന്റ് തെറപ്പിയിൽ വരുമ്പോൾ. ബിക്കോസ് ദാറ്റ്സ് ഹൗ ദ ആക്ടിവിറ്റീസ് ആർ ഡിസൈൻഡ്. അവർക്ക് പറ്റണ പോലെ, അവർക്ക് മൂവ് ചെയ്യാൻ പറ്റണ പോലെ അവരുടെ ബോഡിയിൽ അവർക്ക് കോൺഫിഡൻസ് വരും. ദേ ഫീൽ വെരി കോൺഫിഡന്റ് ഇൻ ദ വേ ദേ കൻ മൂവ്. ഇത് ഓൺലൈൻ ക്ലാസ്സസ് ആണോ അതോ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ്? ഇപ്പൊ മൂവ്മെന്റ് തെറപ്പി ബേസിക്കലി ഷുഡ് ബി ഓഫ്ലൈൻ. ഓഫ്ലൈൻ ഓൺലൈൻ ചെയ്യും, ഇഷ്ടം പോലെ ഓൺലൈൻ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് എല്ലാ ഇൻഡിവിജ്വൽ സെക്ഷൻസ് ഉണ്ടാവാറില്ലല്ലോ. ഇൻഡിവിജ്വൽ സെഷൻസ് ചെയ്യാം, പക്ഷെ ആസ് എ തെറപ്പിസ്റ്റ് എനിക്ക് ഈ പറഞ്ഞ പോലെ അതിന് PhD എടുക്കണം, അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ചെയ്യണം ടു ഹാവ് ഇൻഡിവിജ്വൽ സെഷൻസ്. സോ ഐ കൻ വർക്ക് വിത്ത് എ കൗൺസിലർ ഓർ ഐ കൻ വർക്ക് വിത്ത് എ സൈക്കോളജിസ്റ്റ് ആൻഡ് ഡു ഇൻഡിവിജ്വൽ സെഷൻസ്. പക്ഷെ ഐ ഫോക്കസ് ഓൺലി ഓൺ ഗ്രൂപ്പ് സെഷൻസ്. ഇപ്പൊ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടോ? അപ്പൊ അതോ? അതും ചെയ്യുന്നുണ്ട്. പ്രോഗ്രാംസ് ഒക്കെ നന്നായി പോണു. ഞാൻ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. വേറെന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്? ഞാനിപ്പോ ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലതാണല്ലോ വന്ദനം പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മൂവ്മെന്റ് തെറാപ്പി എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഒരു എക്സൈറ്റഡ് ആയി. ഇങ്ങനത്തെ ഒരു തെറാപ്പി ഉണ്ടോ, കാരണം കേൾക്കാത്തൊരു തെറാപ്പി. അപ്പോ പിന്നെ നോക്കുമ്പോൾ ഡാൻസറാണ്, ഇങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഒരു ഓണ്ടർപ്രനറാണ്. ഇതിനൊക്കെ പാടെ എങ്ങനെയാണ് ടൈം കണ്ടുപിടിക്കുന്നത്? അതൊരു ചാലഞ്ച് ആണ്. പക്ഷെ പ്രത്യേകിച്ച് അല്ല, ഞാൻ ചോദിക്കുന്നത് ബേസിക്കലി ഒരു ലേഡി ആകുമ്പോ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഇതില് നമ്മൾ പറയും ഫാമിലി ഉണ്ട്, അപ്പൊ ഫാമിലി നല്ലപോലെ ടേക്ക് കെയർ ചെയ്യണം. ഇങ്ങനത്തെ ഉള്ള ടൈമിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു ടൈം മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു പാഷന്റെ പുറത്ത് മാത്രമാണോ അത്? ഫാമിലി സപ്പോർട്ട് വേണമല്ലോ എല്ലാത്തിനും. സോ അത് 100% ഉണ്ട്. പ്ലസ് അതിനെക്കാട്ടുമൊക്കെ എനിക്കിപ്പോ പ്രോബ്ലം ഇവിടുത്തെ ട്രാഫിക് വലിയൊരു പ്രോബ്ലം ആണ്. പക്ഷെ അതല്ലാണ്ട് സിൻസ് ഐ എം വർക്കിംഗ് വിത്ത് ഞാനായിട്ട് വർക്ക് ചെയ്യാണല്ലോ, ഞാൻ എൻ്റെ ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്യും. സോ അതിനനുസരിച്ച് പോണോണ്ട് മാനേജ് ചെയ്ത് പോണു. പിന്നെ ഐ എം ഡൂയിങ് വാട്ട് ഐ ലവ്. ആൻഡ് ഇതിന്റെ ഒരു ഔട്ട്കം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് വെൻ യു വർക്ക് വിത്ത് കിഡ്സ്. ആൻഡ് ഞാൻ കുറെ ലേഡീസ് അത് ചോദിക്കാൻ ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ കിഡ്സിനൊക്കെ ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് തെറാപ്പി ചെറുപ്പത്തിൽ പഠിപ്പിക്കണത് ശരിക്കും അവരുടെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിന് ഹെൽപ്ഫുൾ ആവും. മൂവ്മെന്റ് തെറപ്പി ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് കമ്പൈൻഡ് വിത്ത് സൈക്കോളജി ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അപ്പൊ അവരുടെ കരിയറിന് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ബിക്കോസ് ഇതിന് ഭയങ്കര സ്കോപ്പ് അപ്പ് ഇൻ ലൈഫ്. ഇനി ബിക്കോസ് നൗ മെന്റൽ ഹെൽത്ത്. യെസ്, ഇപ്പൊ കുട്ടികൾക്ക് മൂവ്മെന്റ് തെറപ്പിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ഹെൽപ്ഫുൾ ഓൾസോ. ഇപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനും ഒക്കെ ഹെൽപ്ഫുൾ ആണ് മൂവ്മെന്റ് തെറപ്പി. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. വെറുതെ ഒരു ഡാൻസ് പഠിപ്പിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഭരതനാട്യം പഠിപ്പിക്കാറ്. അപ്പൊ അതില് നമ്മൾ ഈ പറഞ്ഞ പോലെ താളം, കൈയും കാലിന്റെയും ഈ പറഞ്ഞ പോലെ കോഗ്നേറ്റീവ് സ്കിൽസ് മാത്രമല്ല, കൈയും കാലിന്റെ മോട്ടോർ സ്കിൽസ്, നമ്മുടെ കൈ ഇവിടെ പോകുമ്പോൾ കാല് ഇവിടെ പോകണം. അപ്പൊ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം അവിടെ. സോ ഇറ്റ് വിൽ ആക്ച്വലി ഹെൽപ്പ് ഇൻ ബ്രെയിൻ ഡെവലപ്മെന്റ്. നമ്മൾ ഈ 24 മണിക്കൂർ പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനത്തെ കുറെ എക്സ്ട്രാ കാര്യങ്ങൾ പല ആൾക്കാരും അങ്ങനെ മാറി ചിന്തിക്കാൻ തുടങ്ങി. കാരണം പഠനം മാത്രമല്ല, എക്സ്ട്രാ ഡോക്ടർ, എഞ്ചിനീയർ, പണ്ട് അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാടുണ്ട്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഡിഫറെന്റ് ആയിട്ടുള്ള ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എന്താണോ അവരുടെ ഇഷ്ടം അതിലേക്ക് മാറി കഴിഞ്ഞു. അല്ല, ഇനിയുള്ള തലമുറ അങ്ങനെ ആയിരിക്കണം. എന്താണ് അവർക്ക് ഇഷ്ടമെങ്കിൽ അവർ അതായി തീരാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ജീവിക്കണം അല്ലെ? അത് അല്ല, അതൊരു മെയിനായിട്ട് അതുള്ളത്. അപ്പൊ നമ്മള് ശരിക്കും കാണുന്നത് ഇപ്പൊ UAE ലാണെങ്കിൽ തന്നെ രാവിലെ എല്ലാവർക്കും അറിയാലോ, ജോലിക്ക് വരുന്നു, ജോലി കഴിഞ്ഞ് ഈവനിങ് പോകുന്നു, ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, കുറേ നേരം മൊബൈലിൽ നോക്കുന്നു. അതല്ലാതെ ചില ആൾക്കാർക്കൊന്നും അവരുടെ ലൈഫിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ആഫ്റ്റർ കോവിഡ് ആണ് തോന്നുന്നു കുറച്ചും കൂടി സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് ആൾക്കാർ വന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നാനൊക്കെ തുടങ്ങി.
ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആവട്ടെ, ആൾക്കാർ കൂടുതൽ ആൾക്കാർ മൊമെന്റ് തെറാപ്പിയിലേക്കൊക്കെ ചേരാനുള്ള ഒരു വഴി ഒരുക്കട്ടെ ഈ ഒരു ഇന്റർവ്യൂ എന്ന് വിചാരിക്കും. പിന്നെ ഇപ്പൊ ഈ ചൈൽഡ് പിള്ളേര് എന്ന് പറഞ്ഞല്ലോ, സോ മൂവ്മെന്റ് തെറപ്പിയിൽ അതൊരു വലിയൊരു ഫാക്ടറാണ്. നമ്മള് ഇപ്പൊ ഒരു കുട്ടിയാവുമ്പോ, ഒരു കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോ നമ്മൾ ആ കുട്ടീനോട് ചാടാൻ പറയും. അപ്പൊ അവരെന്താ ചെയ്യാ? ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചിലപ്പോ ചാടി 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 എങ്ങനെങ്കിലൊക്കെ പോകും. ബിക്കോസ് അവരുടെ മൈൻഡ് ഭയങ്കര ക്ലീൻ ആണ്, വെരി ഇമാജിനേറ്റീവ്, കുറെ തോട്ട്സ് ഉണ്ട്. ഐ മീൻസ് ഈ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് ആയിട്ട് അവർ ചിന്തിക്കുക. അവർക്ക് വേറെ സ്ട്രെസ്സോ വേറെ മൈൻഡ് ബ്ലോക്സോ ഒന്നുമില്ല. അപ്പൊ അവരെങ്ങനെയാണ് അവരുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിള്ളേരുടെ എപ്പോഴും ഈ ചാടിയോണ്ടല്ല. പക്ഷെ നമ്മൾ പ്രായം കൂടുന്തോറും നമ്മൾ ഒതുങ്ങി പോകും. ഒന്ന് സൊസൈറ്റിയാണ് ഫാക്ടർ, ബട്ട് നമ്മുടെ കുറെ റെസ്പോൺസിബിലിറ്റീസ്, കുറെ കാര്യങ്ങൾ ബിൽട്ടപ്പ് ആയി വരികയാണല്ലോ. സോ മൂവ്മെന്റ് തെറപ്പി ആക്ച്വലി ഹെൽപ്സ് യു ഫൈൻഡ് ദ ചൈൽഡ് ഇൻ യു. That is a very ഇന്നർ ചൈൽഡിനെ ഇപ്പൊ നമുക്ക് ഇത് ഞാൻ സൈക്കോളജി ക്ലാസ്സസിലും കേൾക്കുന്ന ഒരു കാര്യം. കാരണം ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞ സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമുക്ക് ഇന്നർ ലൈഫിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകുന്നത് അത് ചിലപ്പോൾ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായ എന്തെങ്കിലും കാര്യത്തിലേക്ക് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഹീലിംഗ് എന്നുള്ളത് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആരെങ്കിലും നമ്പറൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ കൊടുക്കാം. വന്ന് ട്രൈ ചെയ്യണം. അതൊരു വെരി മാജിക്കൽ ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് ജേർണി ആയിരിക്കും. ഫ്രീ സെക്ഷൻസ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്? വരും. ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ചിലപ്പോൾ അറിയുന്നില്ല, ചിലപ്പോൾ ഈ മൂവ്മെന്റ് തെറാപ്പി എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടേ അതിന് ഈ പറഞ്ഞ പോലെ വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം. സോ അവർക്ക് ആ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ അവർക്ക് അറിയും. അതിന്റെ ആ ഒരു സെഷനിൽ തന്നെ അവർക്ക് ഭയങ്കര ഒരു ഡിഫറൻസ് തോന്നും എല്ലാം കൊണ്ടും. അതിപ്പോ സ്ട്രെസ് ലെവൽ ആണെങ്കിലും സെൽഫ് എക്സ്പ്ലോറേഷൻ ലെവൽ ആണെങ്കിലും ദ വേ ദേ ഫീൽ ആഫ്റ്റർ. അപ്പൊ പൊതുവെ നമ്മൾ സെഷൻ കഴിഞ്ഞാൽ വി ഹാവ് എ ടോക്ക്. നമ്മളെല്ലാരും കൂടി ഇന്ന് സംസാരിക്കും, നമ്മുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യും. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഒരു സെഷനിൽ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം അവർക്ക് എന്ത് ഫീൽ ചെയ്തു അല്ലെങ്കിൽ. സോ ഓൾ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി ഈ വരുന്ന ജനറേഷനും. നമ്മുടെ കാലത്തൊന്നും ഇല്ലല്ലോ ആങ്സൈറ്റി, ഡിപ്രഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അന്നത്തെ കാലത്തുണ്ടായിരുന്നു, അന്ന് ആർക്കും ഇത് മനസ്സിലായിട്ടില്ല. അന്നൊരു കൂട്ടുകുടുംബത്തിലൊക്കെ ജീവിക്കുമ്പോൾ പറയാനും കേൾക്കാനും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇന്നിപ്പോ വന്ദനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കേൾക്കാനുള്ള ആൾക്കാർ വളരെ ലിമിറ്റഡ് ആണ്. അതാണ് എക്സാക്ട്ലി എനിക്ക് തോന്നുന്നു. നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ കേൾക്കാൻ ആളില്ല. അപ്പൊ നമുക്ക് അന്ന് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും കാര്യം പറയാം, സൊല്യൂഷൻസ് കിട്ടും. ജെന്യുവിൻ ആയിരുന്നു കുറച്ചും കൂടി ആൾക്കാരെന്ന് തോന്നുന്നു. ഇപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഹൗ കുഡ് വി ഫൈൻഡ് genuine people എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി. പിന്നെ നമ്മൾ വയേർഡും ആണ്, വയേർഡ് ഇൻ എ സർട്ടൻ വേ ആ സമയത്ത്. സോ നമുക്ക് വേറെ രീതിയിൽ. പക്ഷെ ഇപ്പൊ പിള്ളേർക്ക് ഇത്രയും സോഷ്യൽ മീഡിയയും ഇതെല്ലാം അവർക്ക് എല്ലാം അറിയാം ചെറുപ്പത്തിൽ തന്നെ. സോ ഇതെല്ലാം അറിയുന്നത് പ്രശ്നമില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോണ സമയത്ത് നമ്മളത് അഡിക്റ്റഡ് ആണ്. നമുക്ക് അറിയുന്നില്ല അതിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്ത്. ഇപ്പൊ മുമ്പ് ഒരു 1 മിനിറ്റിന്റെ റീലായിരുന്നു, ഇപ്പൊ 30 സെക്കൻഡ്സ് ആയി. അപ്പൊ 30 സെക്കൻഡ്സ് നമുക്ക് ഇപ്പൊ 30 സെക്കൻഡ്സ് പോലും ക്ഷമയില്ല. കാരണം ഒരൊന്നും കഴിഞ്ഞ് നമുക്ക് അത്ര ഇഷ്ടമല്ലെന്ന് നമ്മൾ മാറ്റും. എത്ര ആൾക്കാർ ഇപ്പൊ കുട്ടികളായാലും എല്ലാവരും എത്ര ടൈമോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ആഡ്സ് ഒക്കെ നോക്കിയാൽ തന്നെ അറിയാം, ഫുൾ വരുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. നമ്മളെല്ലാവരും പല കാര്യങ്ങളും അറിയുന്നത് ഇൻസ്റ്റാഗ്രാമില്. ഇപ്പൊ ഒരു ഫുഡ് കഴിക്കാൻ പോലും നമ്മൾ ചിലപ്പോ ഒരു ഡിസിഷൻ എടുക്കുന്നത് നമ്മൾ ഫുഡ് ബ്ലോഗറെ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ കാലം ഒരുപാട് മാറി. പക്ഷെ എല്ലാവർക്കും പുതിയ മാറ്റങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയട്ടെ. അല്ല ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഒരു പാരന്റ്സിനൊക്കെ കൊടുക്കാൻ പറ്റാവുന്ന, വന്ദന ഒരു പാരന്റ് ആണല്ലോ, അപ്പൊ പുതിയൊരു ജനറേഷന്, പുതിയൊരു തലമുറയ്ക്ക് എന്തൊരു ഉപദേശമായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റും? ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവ്രിതിങ് ഇസ് സോഷ്യൽ മീഡിയ ബേസ്ഡ് ആണ്. എല്ലാം നോക്കി കണ്ട് ഒരു സ്റ്റൈൽ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുക. എല്ലാ പിള്ളേർക്കും അതാണ്. സോ I feel like they're all dependent on the way the trend is going. അല്ലെങ്കിൽ അവരുടേതായ ഒരു ഈ പറഞ്ഞ പോലെ അതവിടെ ആ കണക്ട് പോവാണ് പിള്ളേർക്ക്. ദർ ഓൾ ഫോക്കസ്ഡ് ഓൺ വാട്ട് ഈസ് ഹാപ്പനിങ്. സോ ദേ ബിക്കം ദാറ്റ് വേ. ഐ തിങ്ക് കുറച്ച് കാലമായിട്ട് അങ്ങനെയാണ്. നമുക്ക് ഈ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ അങ്ങനെയാണ്. സോ പണ്ടൊക്കെ നമ്മള് അച്ഛനമ്മമാര് പറയണ പോലെ അല്ലെങ്കിൽ അതിലൊതുങ്ങിക്കൂടി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ബാക്കിയുള്ളവരും എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ട്രെൻഡ് ഫോളോ ചെയ്യുന്നു അങ്ങനെയാണ് പിള്ളേര് പോണത്. സോ ഐ ഫീൽ ദാറ്റ് പിള്ളേർക്ക് ഒരു സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ ഒരു അവര് സെൽഫ് എസ്റ്റീം, അവര് സെൽഫ് റിയലൈസേഷൻ, സെൽഫ് എക്സ്പ്ലോറേഷൻ വളരെ കുറവാണ്. ബിക്കോസ് ദർ ഫോളോയിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ആൻഡ് ആ ഒരു രീതിയിലാണ് എല്ലാവരും പോണത്. സോ ഐ ഫീൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിള്ളേർക്ക് മൂവ്മെന്റ് ബേസ്ഡ് ആക്ടിവിറ്റീസ് കൊടുക്കുക. ഞാൻ മൂവ്മെന്റ് തെറപ്പി മാത്രമല്ല പറയണത്, മൂവ്മെന്റ് ബേസ്ഡ് ആക്ടിവിറ്റീസ് കൊടുക്കുക. പുറത്ത് കളിക്കാൻ വിടുക, ക്ലാസ്സസിന് വിടുക, വീട്ടിലിരിക്കണത് കുറയ്ക്കുക.
അപ്പോൾ ഫിസിക്കലി അവര് പിള്ളേരെന്ന് പറഞ്ഞാൽ എന്താ, അവര് കളിക്കണം, അവരുടെ എനർജി അവിടെ കളയണം. അതാണ് ഇപ്പൊ ഇല്ലാത്ത പിള്ളേർക്ക്. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇരുന്ന് വീഡിയോ ഗെയിംസ് കളിക്കാൻ അങ്ങനത്തെ സംഭവങ്ങളല്ല. സോ ലീവ് ദം ഫോർ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ദാറ്റ് വിൽ ഇൻക്രീസ് ദിയർ മെന്റൽ പവർ, ദിയർ ബ്രെയിൻ ഡെവലപ്മെന്റ്. എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ മൂവ്മെന്റ്, യൂസിങ് ദിയർ ബോഡി മോർ. ബിക്കോസ് നമ്മളൊരു ഏജ് കഴിഞ്ഞാൽ അതെന്തായാലും യൂസിങ് ചെയ്യണത് കുറവായിരിക്കും. സോ അവർക്ക് ആ ഏജിൽ വേണ്ടത് എന്താ വെച്ചാൽ ഫിസിക്കലി ഈ പറഞ്ഞ പോലെ എക്സ്പ്ലോർ ചെയ്യുക. സോ ദാറ്റ് വിൽ ഹെൽപ്പ് ദെം ചാനൽ ദിയർ മൈൻഡ് ബെറ്റർ ഇൻ എവറി വേ. അതിപ്പോൾ ബ്രെയിൻ ഡെവലപ്മെന്റ് ആണെങ്കിലും അവരുടെ മെന്റൽ ഹെൽത്ത് ആണെങ്കിലും അവരുടെ ഇമോഷണൽ വെൽബീങ് ആണെങ്കിലും ഇറ്റ് വിൽ ഹെൽപ്പ് ദെം. അപ്പോൾ ഐ ഫീൽ ദാറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, മൂവ്മെന്റിന് കൂടുതൽ, അല്ലെങ്കിൽ ബോഡി റിലേറ്റഡ് ആക്ടിവിറ്റീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ദാറ്റ് വിൽ ഇൻ ടേൺ റിയലി ഹെൽപ്പ് ദെം മെന്റലി ആൻഡ് ഇമോഷണലി ഇൻ എവറി വേ. ഇത് സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മളിങ്ങനെ ഒരുപാട് സംസാരിച്ചു പോകും. ഒരുപാട് വെരി വാസ്റ്റ് ആൻഡ് ഡീപ് ടോപ്പിക് ആണ്. എന്താ പറയാ, അക്കാഡമിക് കെയറിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ടൊന്നും ചോദിച്ചില്ല. പക്ഷെ എനിവേ നമ്മളൊരു ടൈം ലിമിറ്റ് കാരണം കൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി തോന്നും. അപ്പോൾ താങ്ക്സ് വന്ദന, താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്, താങ്ക്സ് ഫോർ യുവർ ഇൻഫർമേഷൻ. മൂവ്മെന്റ് തെറാപ്പിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു തെറാപ്പിയുടെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ അവയർനെസ് ഒക്കെ എത്തട്ടെ. കാരണം കൂടുതൽ ആൾക്കാർ ഇങ്ങനത്തെ മൂവ്മെന്റ് തെറാപ്പി ഇതല്ലെങ്കിൽ കൂടെ വേറെ റിലേറ്റഡ് ടു ഒരുപാട് ലൈഫിലെ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടാനുള്ളതും മൈൻഡ് പവർ കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ ആവട്ടെ ഇങ്ങനത്തെ ഒരു നമ്മളൊരു ചാറ്റ് എന്നുള്ളത് വിശ്വസിക്കണം. അപ്പോൾ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ ഹിയർ. ഇതെന്റെ ഒരു ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. എന്തുകൊണ്ട് ഞാൻ വന്ദനെ പോലെ ഒരാളെ സെലക്ട് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് തന്നെ ഉത്തരം പറഞ്ഞാൽ, നമ്മള് ഒരു ലേഡി ഓണ്ടർപ്രണർ അത് മാത്രമൊന്നല്ല, ലൈഫിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾക്ക് എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു കാണിച്ചു കൊടുക്കുന്ന ഒരു ആളെ തന്നെ ഇന്റർവ്യൂ ക്ഷണിക്കാൻ കഴിഞ്ഞാലും വളരെയധികം സന്തോഷം. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ജീവിതത്തിന് പല സാഹചര്യങ്ങളിലും നമുക്ക് നമ്മളെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് സന്ദർഭങ്ങളുണ്ടാവും. അത്തരത്തിലൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ആൻഡ് ചേസ് യുവർ ഡ്രീംസ്. അടുത്തൊരു അതിഥിയുമായി കണ്ടുമുട്ടുന്നതുവരെ ജസ്റ്റ് സൈനിങ് ഓഫ്, സുബിൻ.